ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ അരുന്ധതി ശ്യാമയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ തീരുമാനം ഉറച്ചതാണോ? ഇനി വിസ്മയ്ക്ക് വേണ്ടി പാട്ട് പാടില്ലേ എന്ന് ചോദിക്കുന്നു. ശ്യാമ അപ്പോൾ ഉറപ്പായിട്ടും പാട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. ശ്യാമ പോയതിനു ശേഷം അരുന്ധതി ഉടനെ തന്നെ അരുന്ധതിയുടെ ആൾക്കാരെ വിളിച്ചിട്ട് നിർദ്ദേശം കൊടുക്കുന്നു. അതിനുശേഷം അരുന്ധതിയുടെ ആൾക്കാരാണെങ്കിൽ ശ്യാമയുടെ വീട്ടിൽ ചെന്നിട്ട് കള്ളു കുടിച്ചിട്ട് ഇരിക്കുകയാണ്. ശ്യാമയുടെ അമ്മയും ജയന്തിയും ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടെ കാണിക്കുന്നതെന്നൊക്കെ. ആ സമയത്താണെങ്കിൽ വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്തെറിയുകയാണ്. ശ്യാമയുടെ കൃഷ്ണനെ ആണെങ്കിൽ ഒരാൾ വലിച്ചെറിയാൻ തുടങ്ങുന്നു. ആ സമയത്ത് ശ്യാമയുടെ അമ്മ തടയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അയാൾ കേൾക്കുന്നില്ല. അയാളാണെങ്കിൽ അത് എടുത്തെറിയാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ശ്യാമ വന്നിട്ട് കയ്യിൽ പിടിക്കുന്നുണ്ട്. ശ്യാമയാണെങ്കിൽ ശ്യാമയുടെ കൃഷ്ണനെ തിരിച്ചു വാങ്ങുന്നു. അപ്പോഴേക്കുമാണെങ്കിൽ അഖിലും അവിടെ വരുന്നു. അഖിലാണെങ്കിൽ ഗുണ്ടകളെ എല്ലാം അടിച്ചു തകർക്കുകയാണ്. അഖിൽ എന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ഇവിടെ നിന്നും പൊക്കോണം, ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ടെന്നൊക്കെ പറയുന്നു. പിന്നീട് ആനന്ദവർമ്മയാണെങ്കിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അരുന്ധതിയെ ഫോൺ ചെയ്യുന്നു. അരുന്ധതിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഗുണ്ടകളാണോ? നിങ്ങൾ ശ്യാമയുടെ വീട്ടിൽ ചെയ്തതൊക്കെ ഞാൻ അറിഞ്ഞു. ഇനി ഇതുപോലെ ആവർത്തിച്ചാൽ ഉറപ്പായിട്ടും ഇതിന് പണി കിട്ടുമെന്നൊക്കെ പറയുന്നു. വിസ്മയാണെങ്കിൽ പാടില്ല എന്ന് ഈ ലോകം മൊത്തം അറിയിക്കും. അത് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. ഇനി ശ്യാമയുടെ കുടുംബത്തിൽ പോയിട്ട് കളിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് വാണിംഗ് കൊടുക്കുന്നു. അനന്തവർമ്മ ഫോൺ വെച്ചതിന് ശേഷം വിസ്മയാണെങ്കിൽ ഒരുപാട് സങ്കടത്തിലാകുന്നു. ആ സമയത്താണെങ്കിൽ അരുന്ധതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പെട്ടെന്നാണെങ്കിൽ വീട്ടിലേക്ക് ഒരാൾ വരുന്നു. അയാൾ പറയുന്നുണ്ട്, വിസ്മയുടെ പാട്ട് റെക്കോർഡിങ്ങിന് വിളിക്കാൻ വന്നതാണെന്ന്. അരുന്ധതി അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ പൊയ്ക്കോളൂ, ഞങ്ങൾ വന്നേക്കാമെന്നൊക്കെ. അയാൾ പോയതിനു ശേഷം അരുന്ധതിയാണെങ്കിൽ വിസ്മയോട് പറയുന്നുണ്ട്, മോള് വിഷമിക്കേണ്ട, ഞാൻ വേണമെങ്കിൽ ശ്യാമയുടെ കാല് ഒരിക്കൽ കൂടി പിടിക്കാം, അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ പോയിട്ട് വേറെ എന്തെങ്കിലും കാരണം പറയാം, തൽക്കാലം നീ റെഡിയാകാനൊക്കെ പറയുന്നു. പിന്നീട് ശ്യാമയാണെങ്കിൽ കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ്, ഇനി തൊട്ട് എന്റെ പാട്ട് ആർക്കും അവകാശമുള്ളതല്ല, എനിക്ക് മാത്രമാണ്, കൃഷ്ണനാണ് എന്നെ സഹായിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നു. അതേസമയം അരുന്ധതിയാണെങ്കിൽ വിസ്മയുടെ ഡോറ് തട്ടുന്നുണ്ട്. വിസ്മയാണെങ്കിൽ ഡോറ് തുറക്കുന്നില്ല. അരുന്ധതി വിസ്മയെ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. അപ്പോഴാണ് കയ്യിലാണെങ്കിൽ ഒരു മുറിവ് കാണുന്നത്. നരമ്പ് മുറിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. ആത്മഹത്യ ചെയ്തതാണെന്ന് മനസ്സിലാകുന്നു. അരുന്ധതിയാണെങ്കിൽ വാവിട്ട് കരയാണ്. അതിനുശേഷം ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ഹോസ്പിറ്റൽ വെച്ച് അരുന്ധതിയാണെങ്കിൽ ശ്യാമയെ വിളിക്കുന്നു. ശ്യാമയോട് പറയുന്നുണ്ട്, നിനക്ക് സമാധാനമായല്ലോ, എന്റെ മകളാണെങ്കിൽ ആത്മഹത്യ ചെയ്തു, ഇപ്പൊ ഹോസ്പിറ്റലിലാണ്, നീ കാരണമാണ് ഇങ്ങനെ ഉണ്ടായതെന്നൊക്കെ പറയുന്നു. ശ്യാമയ്ക്ക് ആ വാർത്ത കേൾക്കുമ്പോൾ ഒരുപാട് ഷോക്കാകുന്നു. അരുന്ധതി എപ്പോൾ പറയണം, എന്റെ മകളെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല, നിന്നെയല്ല നിന്റെ ഭർത്താവിനെയാണ് ഞാൻ വെറുതെ വിടാത്തത്, അവന്റെ ഞാൻ ജീവൻ എടുത്തിരിക്കും, നീ നോക്കിക്കോളാൻ എന്നൊക്കെ പറയുന്നു. ശ്യാമ ഫോൺ വെച്ചിട്ട് ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. ഹോസ്പിറ്റലിൽ ചെന്നിട്ടാണെങ്കിൽ വിസ്മയെ കാണുന്നു. അരുന്ധതിയാണെങ്കിൽ ശ്യാമയെ കുറ്റപ്പെടുത്തുകയാണ്, നീ കാരണമാണ് ഇങ്ങനെയൊക്കെ ആയത്, നീ ഇവളുടെ അവസ്ഥ കണ്ടില്ലേ എന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് വിസ്മയാണെങ്കിൽ കണ്ണു തുറക്കുന്നു, എഴുന്നേൽക്കുകയാണ്. വിസ്മയോടാണെങ്കിൽ സംസാരിക്കുമ്പോൾ വിസ്മയാണെങ്കിൽ ഒന്നും സംസാരിക്കുന്നില്ല, ഒന്നും അറിയാത്തതുപോലെയൊക്കെ ഇരിക്കുന്നു. അരുന്ധതിയാണെങ്കിൽ വിസ്മയോട് എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്